ഹായ്. തൊടുപുഴ അഗ്നിശമന സേനയിൽ പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം. ജനൻ ടി വിയുടെ ഇതാണ്. എനിക്ക് വിശ്വാസയോഗ്യതയൊന്നുമില്ല, എന്നാലും എനിക്ക് ഒരു കമന്റ് ഇതിനോടനുബന്ധിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൊടുപുഴയിൽ നടന്ന ഒരു വിഷയത്തിനെ പറ്റി നിങ്ങൾ എന്താ പറയാത്തതെന്ന്. അതായത് ബീഫ് ഫെസ്റ്റ് നടത്തിയിരുന്ന കാനറ ബാങ്കിൽ നടന്ന ഒരു ബീഫ് ഫെസ്റ്റ്. അതിന്റെ കാരണം കാനറ ബാങ്കിൽ ബീഫ് നിഷേധിച്ചു, ക്യാൻറ്റീനിൽ ബീഫ് നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ഞാനിട്ടൊരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റാണ്. അപ്പോൾ ഈ തൊടുപുഴയിൽ അഗ്നിശമന സേനയിൽ പന്നി മാംസം നിരോധിച്ചൊരു വിഷയം ഞാൻ കണ്ടിട്ടില്ല. മേ ബി മലം ടി വിക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്നും എനിക്കറിയത്തില്ല. അപ്പം അവിടെ പന്നി ചലഞ്ച് നടത്തുക എന്നാ പറയുന്നത്. മോസ്റ്റ് വെൽക്കം. നിങ്ങളോട് പോയി പന്നി ചലഞ്ച് നടത്തും, ഒരു കുഴപ്പവുമില്ല. ഞാൻ അതിൽ അനുകൂലിക്കുന്ന ആളാണ്. പന്നി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിയർക്ക് മാത്രമാണ്. ഇസ്ലാമിയർക്ക് അത് ഹറാമാണ്. ഇസ്ലാമിലുള്ള ഒരാളും അത് കഴിക്കത്തില്ല. മറ്റൊരാൾ കഴിക്കുന്നത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇൻഫാക്ട് ഇസ്ലാമിലും കഴിക്കാം, അതിലുമുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുറാനികപരമായ ഒരു വിവരണമാണത്. നമുക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിലുള്ള, ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരിടത്ത് പെട്ടുപോകുന്നു, അവിടെ മന്തിയേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കാനില്ല വെച്ചാൽ പിന്നെ അതിനല്ലാതെ വേറെ കഴിക്കാൻ നിവൃത്തി ഉണ്ടാവത്തില്ല. അപ്പം അതിൻ്റെ ഖുറാനികപരമായ വിവരണമോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ്. ഏത് ഭക്ഷണവും നമ്മൾ അങ്ങനെ തന്നെ കഴിക്കാമെന്ന് തന്നെയാണ്. ഹലാൽ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഹലാലാക്കുക എന്ന് വെച്ചാൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള പ്രാപ്യമാക്കുക എന്നുള്ളതാണ്. പന്നിയെയും പട്ടിയെയും കഴിക്കാതിരിക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമില്ല, അവർ മലം കഴിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ചെറിയ പ്രായത്തിൽ ഉസ്താദൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. റിപ്പോർട്ട് ഇതായിട്ട് എനിക്ക് അറിയത്തില്ല. ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ്, അതുങ്ങളെ കഴിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പട്ടിയുടെ മാംസവും പന്നി മാംസവും നിഷിദ്ധം. വേറെ അറിയില്ല. ഇപ്പം പാമ്പിന്റെ മാംസമൊക്കെ കഴിക്കുന്നവരുണ്ട്. എല്ലാ മാംസങ്ങളും കഴിക്കുന്നുണ്ട്. എല്ലാം ചൈനയിലൊക്കെ പോയാൽ എന്താണ് തിന്നാത്തത് പറ്റാള്, എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാതിരി ഇപ്പോൾ ആടിൻ്റെ വൻകൂടൽ, ചെറുകൂടൽ തുടങ്ങി എല്ലാ അതിൻ്റെ ഇന്നർ പാർട്ട് വരെ കഴിക്കുന്ന മനുഷ്യർക്ക് പന്നി കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ചിരിയാണ് വരിക. അപ്പം അത് അവരുടെ ഇസ്ലാമികപരമായ ഒരു ചടങ്ങാണ്, അതിൻ്റെ നിയമമാണ്. അത് ഒരു പബ്ലിക് സ്പേസിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയും. അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട്, മൗലിക അവകാശമാണത്. ആ മൗലിക അവകാശ ലംഘനം ആര് നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് ബീഫ് ഫെസ്റ്റ് നടത്തുകയും ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ രീതിയിൽ അല്ലെ ബീഫിനെ എതിർക്കുന്നവർക്കെതിരെയും പറയണതിന്റെ ഒരു റീസൺ, പന്നിയെ ഞങ്ങളൊരു അച്ഛൻ അമ്മയെന്ന് വിളിക്കാറില്ല. പന്നി ഞങ്ങളുടെ തന്തയല്ല. ഞങ്ങൾ ആരുടെ അടുത്തെങ്കിലും ദേഷ്യം വരണമെങ്കിൽ പന്നി എന്ന് വിളിച്ചവരെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തെറിപ്പദമായിട്ടാണ് പന്നി ഉപയോഗിക്കുന്നത്. അത് തീട്ടത്തിൽ കിടക്കുന്ന ബോധമില്ലാത്ത മണ്ടൂസുകൾ എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പന്നി എന്ന വിളി കൊണ്ട്. അപ്പോൾ പന്നി പെറ്റാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പം നമുക്ക് ഇൻസൾട്ടഡ് ആകുന്നത് പന്നി എന്ന പേര് ഞങ്ങളെ ചേർത്ത് പറയുന്നതിലുള്ള വിഷമം കൊണ്ടാണ്. അപ്പൊ പന്നി എന്ന ഒരു മൃഗത്തിനോടുള്ള ദേഷ്യമല്ല അത്. അതിന്റെ ആ ഒരു സാഹചര്യത്തിന് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു തെറിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, വലിയ ആധികാരികമായിട്ടുള്ളൊരു ചർച്ച വർത്തമാനോ അല്ലാതെ കേട്ട മനസ്സിലായ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ പലരും വന്നിട്ട് നിങ്ങൾ പന്നിയുടെ കാര്യം പറയാത്ത എന്താ, പന്നിയെ തിന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പന്നിയെ ചുമന്നുകൊണ്ട് എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞാൽ ആരും തല്ലിക്കൊന്നിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, ഈ ഭക്ഷണ കാര്യത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഇവിടുന്നാണ് ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റി അയക്കുന്നത്. ബീഫ് ഞങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കൊണ്ട് കൊടുക്കണം എന്തിനാ? ഇപ്പോൾ തൊടുപുഴ എന്ന് പറയുന്നത് മുസ്ലിം കൂടുതലുള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അറിവിൽ തിരുവനന്തപുരത്ത് സൈഡിൽ അവിടെ മുസ്ലിംസ് കൂടുതലാണ്. പക്ഷെ പന്നിയുടെ തല വെട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിൽപ്പന നടത്തുന്നതോ വിൽക്കുന്നതോ ഒന്നും ഒരു കുറ്റമല്ല. അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല, അവർക്കത് ഹറാമാണ്. ഹറാമായ കാര്യം ഹറാമെന്ന് തന്നെയാണ്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ കോഴിയെ കഷ്ണിക്കുന്നത് പോലും ഉസ്താദാണ്. നമ്മൾ വീട്ടിലൊരു കോഴി കട്ട് ചെയ്യണമെങ്കിൽ അതിനെ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവരെന്തൊക്കെയോ മന്ത്രമൊക്കെ ഓതി ഹലാലാക്കിയാണ് തരുന്നത്. അതിനിപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഹലാലാക്കി തരുന്നതാണ് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഗ്രാജുവലി കാര്യങ്ങളൊക്കെ മാറും. ഹലാലായ ചിക്കൻ വിൽക്കുന്നു എന്ന് പറയുന്നത് പോലും എനിക്കങ്ങോട്ട് ഇതാവത്തില്ല. അപ്പം നമ്മൾ എത്രയോ മുസ്ലിംസ് ആയാലും ഒരുപാട് ഇതായിട്ടുള്ളവരാണെങ്കിലും വെളിയിൽ പോകുമ്പോഴത്തേക്ക് ആഹാരം വാങ്ങിച്ച് കഴിക്കത്തില്ലേ? അവിടെ എന്ത് ഹലാല് ഹറാമോ നോക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഗോത്രീയ ആചാരങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരാണ്. അത് അവർ ചെയ്തോട്ടെ, അത് അവരുടെ വിശ്വാസമല്ലേ, ഓരോരുത്തരുടെ വിശ്വാസമാണ്. എന്ത് കഴിക്കുന്നതിന് മുമ്പും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ അത് ഹലാലായി തീരുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന. പിന്നെ അതിനകത്ത് എന്ത് വന്നാലും ദൈവത്തിന്റെ പക്കത്തേക്ക് കൊടുക്കുന്ന ഒരു ഇതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ തലയിലെ തട്ടമോ എൻ്റെ ഇസ്ലാം നാമമോ ഒക്കെ കണ്ടിട്ട് ഈ ഒരു വർത്തമാനം കൊണ്ടുവരരുത്. ഞാൻ പൊതുസമൂഹത്തിന് അക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമാണ് പറഞ്ഞത്. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് ഒരു സർക്കാരിനും ഉചിതമായ ഒരു കാര്യമല്ല. ഇന്ന ഭക്ഷണമേ കഴിക്കാമെന്ന് നിങ്ങൾക്ക് നിഷ്കർഷിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ തിന്നൂടാ,
അത് സഹജീവി ആരും വെട്ടിക്കൊന്നും തിന്നത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രൈമാണ്. ബാക്കി എന്ത് സാധനം കഴിക്കുന്നതിനകത്തും ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത് ശരിയല്ല. പിന്നെ കാട്ടിൽ കയറി കാട്ടുവാസികളായി കിടക്കുന്ന വന്യമൃഗങ്ങളെ പിടിച്ച് തിന്നരുതെന്ന് പറയുന്നത് ഭക്ഷണയോഗ്യമല്ലാത്തത് കൊണ്ടല്ല, അവർ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായത് കൊണ്ടാണ്. മനുഷ്യൻ ഇവിടെ എങ്ങും താമസിക്കാൻ സ്ഥലമെല്ലാം കാട്ടിനകത്ത് പോയി താമസിക്കുക മാത്രമല്ല അവിടെയുള്ള ജീവികളെ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അവർ വനം വകുപ്പ് കേസെടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. അത് തിന്നരുത് എന്നല്ല. ഇപ്പോൾ പന്നി മാംസം ആരെങ്കിലും നിഷേധാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുന്നില്ല എന്നുള്ളതിനപ്പുറം മറ്റൊരാളെ വിലക്കേണ്ട കാര്യമില്ല. അവരല്ലല്ലോ കോടതി, അവരല്ലല്ലോ അവിടുത്തെ നടത്തിപ്പുകാർ. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പറയുന്ന ഒരു കാര്യം. അത്തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവന്റെ ജോലി തെറിക്കും, അവന്റെ പണി തെറിക്കും. അത് മനസ്സിലാവുന്നുണ്ടോ? അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബീഫിന്റെ കാര്യമായാലും മറ്റേതായാലും ശരി, തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പണി തെറിക്കുന്ന കേസാണ്. ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ്. നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട, നീ മറ്റുള്ളവരെ എന്തിനാ നിർബന്ധിക്കുന്നേ? ഈ പന്നി മാംസം കഴിക്കണം എന്ന് നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. വേണ്ടാന്ന് പറയുന്നത് നിങ്ങൾ കുത്തിത്തീറ്റിപ്പിക്കാൻ നടക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് തിന്നാൻ പാടില്ലെന്ന് നിങ്ങളെ കുത്തിത്തീറ്റിപ്പിക്കുന്നില്ല. ഞങ്ങൾ തിന്നിയല്ലേ ചെയ്യുന്ന ബീഫ്. അതിനിപ്പോൾ എന്താ പ്രശ്നം? പന്നി മാംസം നിഷേധിക്കപ്പെട്ട ഒന്നാണ് ഇസ്ലാമിയർക്ക്. അവർക്കത് വേണ്ട, അവരത് കഴിക്കുന്നില്ല. നിങ്ങൾ ഫെസ്റ്റ് നടത്തും, എന്ത് വെച്ചാൽ നമ്മൾ ആ വശത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിങ്ങൾ നടത്തിക്കോ. അതും പറഞ്ഞ് ഒരാൾ പന്നിയെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ആരും ആരെയും തല്ലി കൊല്ലൂല. പന്നി മാംസം വിറ്റെന്നും പറഞ്ഞാൽ ആരെയും തല്ലി കൊല്ലത്തില്ല. പന്നിയെ അച്ഛ, അമ്മ, അമ്മമ്മ എന്നൊന്നും ഞങ്ങളും വിളിക്കാറില്ല. അതൊക്കെ വിളിക്കുന്ന നിങ്ങളാണ്. പന്നിയെ അച്ഛനെന്നും പശുവിനെ പശുവിനെ അമ്മയെന്നും കാളയെ അച്ചച്ചനെന്നും അച്ഛനെന്നും ഡാഡിയും എന്നൊക്കെ വിളിക്കുന്ന നിങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അതും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട. അപ്പോൾ ഈ കമ്പാരിസൺ നടത്താതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മാറ്റമില്ല. എനിക്കിത് തന്നെയാണ് അഭിപ്രായം. പൊതുസമൂഹമായിട്ട് അല്ല, പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു നിഷേധാത്മകമായ നിലപാട് എടുക്കുന്നത് തെറ്റായ ഇതാണ്. ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് എതിർക്കുക എന്നുള്ളൊരു പൗരൻ്റെ കടമയാണ്, നിങ്ങളുടെ ധർമ്മമാണ്. അത് നിങ്ങൾ അതിനെതിരെ പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ ആധാരപ്പെടുത്തി ഓൺലൈനിൽ കൂടെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യും. പോലീസ് അവിടെ പോയി വെരിഫൈ ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തിക്കെതിരെ കേസെടുക്കുക മാത്രമല്ല അയാളെ ജോലിയിൽ നിന്ന് പിരിത്തുവിടുകയും ചെയ്യും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ കൊണ്ടുവന്ന് കുത്തിത്തള്ളി വെക്കാതിരിക്കുക. ബോധമുള്ള ഒരു മുസ്ലിമും ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കത്തില്ല. ബീഫ് കയറ്റി വിടുന്നിടത്ത് നിങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങൾ ദിനമ്പോൾ കുഴപ്പമാണെന്ന് പറയുന്നത് കുത്തിക്കഴപ്പാണ്. അത് നിർബന്ധപൂർവ്വമായി നിർത്തലാക്കപ്പെടേണ്ട ഒരു വൃത്തികേടാണ്. ഒരാളുടെ ആഹാര സ്വാതന്ത്ര്യത്തെ കൈ കടത്തുന്നത് തെണ്ടിത്തരമാണ്. ദാറ്റ്സ് ഇറ്റ്.